അസ്സലാമു അലൈക്കും. ഇസ്ലാമിനെതിരെ പല വിമർശനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ അടുത്ത് കേട്ടൊരു വാചകം, ഒരാൾ ചാനലിരുന്ന് വലിയ ചാനൽ ചർച്ചകളൊക്കെ ചില ആളുകൾ പറയും, നമുക്ക് കേൾക്കാം, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ബാങ്കിനെ കുറിച്ചും ജിഹാദിനെ കുറിച്ചും അതുപോലെ കാഫിർ എന്ന പദത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് കാഫിർ, എന്താണ് ബാങ്ക്, എന്താണ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഈ ഒരു 3 വിഷയങ്ങളാണ് നമ്മൾ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒന്നാമതായി കാഫിർ എന്ന പദം എന്താണ്? കാഫിർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാം, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നവർ കാഫിറായിട്ടാണെന്ന്. അതെ, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു. മുസ്ലിം അല്ലാത്തവർ കാഫിറാണ്. മുസ്ലിം അല്ലാത്തവർ മാത്രമല്ല, ഇസ്ലാം മത നിയമപ്രകാരം ഇസ്ലാം മത നാമങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ജബ്ബാർ മാഷിനെ പോലുള്ള ആളുകൾ, ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ, നിരവധി ഉണ്ടല്ലോ, നെഹാ ഫാത്തിമ, മറ്റേ ഫാത്തിമ എന്നെല്ലാം പറഞ്ഞിട്ട് നിരവധി ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ, എന്നാൽ ഇസ്ലാമിനെതിരെ ശക്തമായി പറയുന്ന ആളുകൾ, ഇവരൊക്കെ കാഫിറുകളാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ കാഫിർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നിഷേധിക്കുന്നവൻ, സത്യത്തെ നിഷേധിക്കുന്നവൻ. എന്താണ് ഏറ്റവും വലിയ സത്യം? ഏറ്റവും വലിയ സത്യത്തെയാണ് അവർ നിഷേധിക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ സത്യം? ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അവനെ മാത്രം. അവന് രൂപങ്ങളോ ഭേദങ്ങളോ രൂപഭാവങ്ങളോ ഒന്നും തന്നെയില്ല. അവൻ ഉപരിയിലാണുള്ളത്, ആകാശത്തിലുള്ളത്. പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ, ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ചുറ്റുപാടത്തുണ്ട്, ദൈവം അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലാ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം, അത് ഇസ്ലാമിലില്ല. അതേപോലെ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, ഇതൊക്കെ മറച്ചു വെക്കുന്നവർ, നിഷേധിക്കുന്നവർ, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് അവർ കാഫിർ എന്ന് പറയുന്നത്. മറച്ചു വെക്കുന്നവൻ, സത്യത്തെ മറച്ചു വെക്കുന്നവൻ. അതേപോലെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ അംഗീകരിക്കാത്തത് കൊണ്ടും പൂർണ്ണമായി അവനെ തൃപ്തിപ്പെട്ട് ജീവിക്കാത്തത് കൊണ്ടും അങ്ങനെയുള്ള അർത്ഥത്തിലാണ് കാഫിർ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കെന്തെങ്കിലും പ്രത്യേക വൈരാഗ്യമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അർത്ഥത്തിലോ അല്ല. സത്യത്തെ മറച്ചു വെക്കുന്നത്. ഇപ്പോൾ ഒരു കർഷകൻ്റെ ഉദാഹരണം പറയാം. കർഷകൻ വിത്ത് എന്താ ചെയ്യുന്നത്? വിത്ത് മണ്ണിൽ മറച്ചു വെക്കാണ്. ആ അർത്ഥത്തിൽ എന്താണ്? കാഫിറാണ്. കാഫിർ വിത്തിനെ മറച്ചു വെക്കുന്നവനെന്ന അർത്ഥത്തിൽ. അതായത് നമ്മൾ കൃഷിക്കാർ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങളോ എന്തെങ്കിലും ഭൂമിയുടെ ഇടയിൽ മറച്ചു വെക്കുമല്ലോ, ആ അർത്ഥത്തിൽ മറച്ചു വെക്കുക, മണ്ണുകൊണ്ട് മൂടുക ഇട്ടിട്ട്, അപ്പോൾ മറച്ചു വെച്ചത്, ആ അർത്ഥത്തിലാണ് കാഫിർ. അതേപോലെ ബാങ്കുമായി ബന്ധപ്പെട്ട് ചിലർ തെറ്റിദ്ധരിച്ചു പോയി, ബാങ്ക് എന്തോ ഒരു സംഭവമാണ് ബാങ്ക്. അല്ല. എന്താണ് ബാങ്കിൻ്റെ അർത്ഥം? അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ പലപ്പോഴും ശത്രുക്കളായ ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്, ഏത് നൂറ്റാണ്ടിലാണ് ഇല്ലത്, ഇതൊന്നും അറിയില്ല. ഇപ്പോൾ നിലവിളക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ഇല്ലത്. അതെ, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ഇല്ലത്. ഇപ്പോൾ ഭയങ്കരമായ ടെക്നോളജി യുഗത്തിലാണല്ലോ നമ്മളുള്ളത്. ഇപ്പോൾ നമുക്ക് കാഫിർ എന്ന പദത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ജമീനോട് ചോദിക്കാം. കാഫിർ എന്ന പദത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒറ്റ വാക്കിൽ അല്ല, ഒരുപാട് വിശദീകരണങ്ങളില്ലാതെ മറുപടി പറയൂ. അല്ലെങ്കിൽ എന്താ പറയുക, കുറേ നേരം പറഞ്ഞാൽ. കാഫിർ എന്ന അറബി പദത്തിന്റെ ലളിതവും കൃത്യവുമായ അർത്ഥം സത്യത്തെ മറച്ചുവെക്കുന്നവൻ അല്ലെങ്കിൽ നന്ദി കെട്ടവൻ എന്നാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഏകദൈവ വിശ്വാസത്തെയും പ്രവാചകത്വത്തെയും അംഗീകരിക്കാതെ നിഷേധിക്കുന്ന ആളുകളെ അവിശ്വാസി സൂചിപ്പിക്കാനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. കറക്റ്റാണ്, ക്ലിയറാണ്. ഇനി ബാങ്കുമായി ബന്ധപ്പെട്ട് എന്താ ബാങ്കിൽ എന്താ പറയുന്നത്? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. എന്താ ആർക്കെങ്കിലും പ്രശ്നമുണ്ട്? അല്ലാഹുവാണ് വലിയവൻ, ദൈവമാണ് വലിയവൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിന്നെ അടുത്ത പദം, പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്ക് നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കാം, യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കാം, അതിൻ്റെ അർത്ഥങ്ങൾ കേട്ടു നോക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതാണ് അവിടെ പറയുന്നത് ബാങ്കിൽ. ഹയ്യ അലസ്സലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ. നമസ്കാരത്തിൽ എല്ലാവരും വിളിക്കാൻ വാ, നിസ്കരിക്കാൻ വാ. ഹയ്യ അൽ ഫലാഹ്, വിജയം കൈവരിക്കൂ. നിസ്കാരത്തിലേക്ക് വരൂ, വിജയം കൈവരിക്കൂ. ഇതിലെന്താ തെറ്റില്ല? ഇവിടെ ആർക്കെങ്കിലും ഒരു വർഗീയതയുണ്ടോ, വർഗീയതയുണ്ടോ ഇവിടെ ഈ പദത്തിലൊക്കെ? ബാങ്കിൻ്റെ ലഫ്ലിൽ ഇല്ല. സുബിക്ക് മാത്രം പ്രത്യേകമായിട്ട് ഒന്നും കൂടി ഉണ്ട്, അതും കൂടി പറയാം. അസ്സലാത്തു ഖൈറും മിനൻ നൗം. എന്താ രസം, കേൾക്കുമ്പോൾ എന്താ രസം അല്ലേ? നമസ്കാരത്തെക്കാൾ, ഉറക്കിനേക്കാൾ ഖൈറാണ് നമസ്കാരം.
അതാ പറഞ്ഞ്. അല്ലാതെ ആരെങ്കിലും ഉപദ്രവിക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വർഗീയ വിദ്വേഷം പുലർത്തുന്ന ഒരു വചനം പോലും ഇവിടെ ഒന്നും കാണാൻ സാധ്യമല്ല. പിന്നെ എന്താ ഇവർക്ക് എന്താ പ്രശ്നം? ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? അവർക്ക് പലിശയെ നിഷിദ്ധമാക്കിയതാണ് പ്രശ്നം. അവർക്ക് തോന്നിവാസങ്ങളെ അനുവദിക്കാതിരുന്നതാണ് പ്രശ്നം. അല്ലേ? പല പല തോന്നിവാസം, പലിശക്കും വ്യഭിചാരത്തിനും മദ്യത്തിനും ഇതൊക്കെ എതിരാണ് ഇസ്ലാം. അതുകൊണ്ട് അവർക്ക് സഹിക്കുന്നില്ല. അല്ലാതെ എന്താ ഇപ്പോൾ ഇവിടെ കുഴപ്പം? ഒരു യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസി അതനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലേ? നേരെ മറിച്ച് കുഴപ്പം എവിടെയാണ്? കുഴപ്പം നിങ്ങൾ പശുവിനെ ആരാധിക്കുന്നത് കൊണ്ട് കുഴപ്പമാണ്. പശുവിനെ ആരാധിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ പേരിൽ മറ്റുള്ളവർ കൊല്ലപ്പെടുമ്പോഴാണ് പ്രശ്നമാണ്. ഇത് ഷാഢ്യം, ഞങ്ങളത് നിങ്ങൾ അംഗീകരിക്കണമെന്ന ഷാഢ്യം, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. നിങ്ങൾ ഇഷ്ടമില്ല ആരാധിച്ചോ. കല്ലും മുള്ളും മുരുടും മൂർക്കമ്പാമ്പും കാഞ്ഞിരക്കുറ്റി മാൽത്തറകളും പുണ്യപുഷ്പങ്ങളും ജാറങ്ങളും മക്കബറുകളും എല്ലാം ആരാധിക്കപ്പെടുന്നുണ്ടല്ലോ നാട്ടിൽ. ആർക്കും ഒരു കുഴപ്പമില്ല. ഓൻ ആരാധിക്കാൻ, ഓൻ്റെ ബൈക്കിലേക്കും ദീനിക്കും എത്തി. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മളെ മതം, ഒരു കുഴപ്പമില്ല. അത് നമ്മളെ നിങ്ങൾ സ്വീകരിക്കണം. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. അപ്പോഴല്ലേ പ്രശ്നം വരുന്നത്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ നിങ്ങളോട്? ഏതെങ്കിലും ഒരു മുസ്ലിം പറയുമോ വന്നിട്ട്? ഒരിക്കലും പറയില്ല. കാരണം എന്താ? നിർബന്ധം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പണ്ടേത്തെ ഒരു കമലാ സുരേൻ്റെ ഒരു ഇത് വിജിത് തമ്പി പറഞ്ഞ ഒരു വാചകം, എത്രയോ കോടി വാഗ്ദാനം ചെയ്തു മുസ്ലിം ആകാൻ. കോടി പോയിട്ട് ഒരു ഉറുപ്പ് കൊടുക്കില്ല. ഒരു ഉറുപ്പ് ഇസ്ലാം ആകാൻ വേണ്ടിയിട്ട് ഒരു ഉറുപ്പ് കൊടുക്കില്ല. 100 കോടി എത്ര ആകിയോ? അതൊന്നും കോടിക്കൊന്നും വിലയില്ല ചങ്ങായിമാരെ. കോടി എന്നല്ല പറയുന്ന കണക്ക് സമയത്ത്. അതേപോലെ ജിഹാദ് എന്താണ്? ടെക്നോളജിയോട് ചോദിക്കാം നമുക്ക്. ജിഹാദ് ത്യാഗം ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ജിഹാദ് എന്താ? ജിഹാദ് ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പദമാണല്ലോ ജിഹാദ്. എന്താ ജിഹാദ്? നിങ്ങളുടെ ഏത് കാലത്ത് മനുഷ്യന്മാർ ജീവിക്കുന്നത്? ജിഹാദ് എന്ന അറബി പദത്തിന്റെ അർത്ഥം പരിശ്രമം, അധ്വാനം അല്ലെങ്കിൽ പോരാട്ടം എന്നാണ്. ലളിതമായി പറഞ്ഞാൽ തിന്മകൾക്കെതിരെ പോരാടി നന്മ കൈവരിക്കുന്നതിനും ദൈവപ്രീതിക്കായി ഒരാൾ നടത്തുന്ന അതിഗോൾസ്പൂർവമായ ആത്മാർത്ഥ ശ്രമത്തെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ തൃപ്തിപ്പെടാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. ഇത് 2 പദത്തിലും അതേപോലെ ബാങ്കിലും എന്തെങ്കിലും മതവിരുദ്ധമായ മാനുഷിക വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ബാങ്കിലും ഈ 2 ഞാൻ പറഞ്ഞ പദങ്ങളിലും. ടെക്നോളജി ഉണ്ട് നിങ്ങളിൽ. ടെക്നോളജി വേണം മനുഷ്യരെ മനസ്സിലാക്കണം. തീർച്ചയായുമില്ല. നിങ്ങൾ ചോദിച്ച കാഫിർ, ജിഹാദ് എന്നീ 2 പദങ്ങളിലും അതുപോലെ ദിവസവും പള്ളികളിൽ നിന്ന് കേൾക്കുന്ന ബാങ്ക്, അദാൻ മൈനസ് പ്രാർത്ഥനയ്ക്കുള്ള വിളികളിലും മതവിരുദ്ധമായോ മാനുഷിക വിരുദ്ധമായോ ആയ യാതൊരു കാര്യവുമില്ല. അവയുടെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശ്യവും ലളിതമായി താഴെ നൽകുന്നു. 1. ബാങ്ക്, പ്രയർ കോൾ. ബാങ്ക് എന്നാൽ ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥനയ്ക്കായി ആളുകളെ ക്ഷണിക്കാനും വേണ്ടിയുള്ള മനോഹരമായ ഒരു വിളി മാത്രമാണ്. മനസ്സിലായില്ലേ സഹോദരങ്ങളെ? ഇനി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. ജിഹാദിനെ പറയുന്നുണ്ട് വിഷയം. നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കുക, നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. ബുദ്ധി ആരുടെ മുമ്പിൽ തലച്ചോറുണ്ടല്ല, ഒരു ആളെ മുമ്പിൽ കൊണ്ടുപോയി പണയം വെക്കരുത്. ജാമിദ ടീച്ചറിൻ്റെ മുമ്പിലോ ജബ്ബാർ മാഷിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ്റെ മുമ്പിലോ ഇങ്ങനെപ്പെട്ട നിഷേധികളായ അത് അല്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ അല്ലേ, മുസ്ലിം പന്നിക്കൂട്ടങ്ങളെ പോലെ പെറ്റുവരുകുന്നെന്ന് പണ്ട് മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ വലിയ ആളാവും. സോഷ്യൽ മീഡിയൻ്റെ ഇതങ്ങനെയാണ്, റിതം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഓപ്പോസിറ്റ് പറയുന്ന ആളുകൾക്ക് ഭയങ്കര ആളുണ്ടാവും, കമൻറ്റ് 100,000 കമൻറ്റും ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് കൊണ്ട് ഈ ബുദ്ധി കൊണ്ടൊരു പണയം വെക്കരുത്. നിങ്ങൾ ഈ ബുദ്ധി തലച്ചോറ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ തലച്ചോറ് പറഞ്ഞ സാധനം, ഇത് കൊണ്ടുപോയിട്ട് ഒരു ഭീകരവാദം പറയുന്ന, തീവ്രവാദം പറയുന്ന, അല്ലെങ്കിൽ മാനസിക വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന, മതവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ഒരാളുടെ മുമ്പിൽ കൊണ്ട് ഈ തലച്ചോറ് കൊണ്ടിട്ട് പണയം വെക്കരുത്. ബുദ്ധി കൊടുത്ത് ആലോചിക്കുക, ചിന്തിക്കുക, എന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പഠിച്ചു നോക്കുക. എന്തെങ്കിലും ഒരു അസിഷ്ണത, ഒരു ഇഷ്കാല് മനുഷ്യന് നമുക്ക് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആയത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നല്ല ഉദ്ദേശത്തോടു കൂടി പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്? രഞ്ജിപ്പുണ്ടാകാൻ. നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷം നമുക്കറിയാം. ഏതോ എങ്കിലും ചുരുങ്ങിയ വലിയ ആളുകളേ ഉള്ളൂ. എല്ലാവരും മൊത്തത്തിൽ കുറ്റവാളികളെന്ന് പറയുകയല്ല, മറിച്ച് ചുരുങ്ങിയ ചില ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക, യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക, ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക, നല്ലത് പഠിക്കുക, പ്രചരിപ്പിക്കുക. അപ്പോൾ നമുക്കറിയാം ചുറ്റുപാടത്ത് മൊത്തം ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കുക, അവരവരുടെ മതത്തിലും അവരുടെ ആദർശത്തിലും അവരുടെ ആചാരത്തിലുമൊക്കെ ജീവിക്കാൻ പരസ്പരം സ്വാതന്ത്ര്യം നൽകുക. എന്തൊരവസ്ഥയാണിത്! കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ.